പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ എക്കണോമിക്സിലെ ഒരു പുതിയ ടോപ്പിക്കാണ് വേരിയൻസ് ഓഫ് റിട്ടേൺ. വേരിയൻസ് ഓഫ് റിട്ടേൺ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ദാറ്റ് റെപ്രസെന്റ് ദ ഡിസ്പേഷൻ ഓഫ് അസറ്റ് റിട്ടേൺ ഫ്രം ഇസ് മീൻ റിട്ടേൺ ഓവർ എ ഗിവൺ പീരിയഡ്. ഒരു ഗിവൺ പീരിയഡിൽ മീൻ റിട്ടേണിൽ നിന്നും ഒരു അസറ്റിന്റെ റിട്ടേണെ എത്രത്തോളം ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് മെഷർമെന്റ് ആണ് വേരിയൻസ് ഓഫ് റിട്ടേൺ. ഇറ്റ് ക്വാണ്ടിഫൈ ദ ലെവൽ ഓഫ് വൊളാറ്റിലിറ്റി ഇൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിലുള്ള വൊളാറ്റിലിറ്റി, അതിലുള്ള ഫ്ലക്ച്വേഷൻ ആണ് ഇത് ക്വാണ്ടിഫൈ ചെയ്യുന്നത് ബൈ കാൽക്കുലേറ്റിംഗ് ദ ഡിഗ്രി ടു വിച്ച് ഇൻഡിവിജ്വൽ റിട്ടേൺ ഡീവിയേറ്റ് ഫ്രം ദ എക്സ്പെക്ടഡ് റിട്ടേൺ. എക്സ്പെക്ടഡ് റിട്ടേണിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യാം, ഇൻഡിവിജ്വലിന് കിട്ടുന്ന റിട്ടേൺ എത്രത്തോളം, അവർ പ്രതീക്ഷിക്കുന്ന റിട്ടേണിന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യാം എന്നുള്ളത് അതിന്റെ ഡിഗ്രിയാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ഹയർ വേരിയൻസ് സജസ്റ്റ് ദാറ്റ് ഗ്രേറ്റർ അൺസർട്ടനിറ്റി. ഹയർ വേരിയൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഗ്രേറ്റർ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. വൈൽ ലോവർ വേരിയൻസ് ഇൻഡിക്കേറ്റ് മോർ പ്രഡിക്റ്റബിൾ സ്റ്റേബിൾ റിട്ടേൺ. നമുക്ക് ലോവർ ആണ് വേരിയൻസ് എങ്കിൽ മോർ പ്രഡിക്റ്റബിൾ ആണ്, സ്റ്റേബിൾ റിട്ടേൺ ആയിരിക്കും. ഫോർമുല ഓഫ് വേരിയൻസ് ഓഫ് റിട്ടേൺ. ദ വേരിയൻസ് sigma square of return is calculated using the following formula. Small sigma square is equal to sigma into Ri minus R bar all square all divided by n. Ri is equal to individual return in each period. ഓരോ പീരീഡിലെ individual return. R bar is mean return. N number of period. If the return are from the sample rather than entire population ആണെങ്കിൽ denominator അതായിരിക്കും n minus 1 ആയിരിക്കും instead of n following sample variance. Okay, small sigma square is equal to sigma into Ri minus R bar whole square divided by n minus 1. ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് തന്ന റിട്ടേണിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈൻഡ് ദ ഡീവിയേഷൻ ഫ്രം ദ മീൻ. മീനിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വൽ റിട്ടേൺ. സ്ക്വയർ ഓഫ് ഈച്ച് ഡീവിയേഷൻ, ഫൈൻഡ് ദ ആവറേജ് സ്ക്വയർ ഡീവിയേഷൻ. ഇതാണ് നമ്മൾ ഒരു എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം. സപ്പോസ് വി ഹാവ് ദ ഫോളോയിങ് റിട്ടേൺ ഫ്രം ദ സ്റ്റോക്ക് ഓവർ 5 പീരീഡ്. 5% റിട്ടേൺ, 7%, 3%, 6%, 4%. അങ്ങനെയാണ് നമ്മളെ റിട്ടേൺ. അങ്ങനെ ഒരു സ്റ്റോക്കിന്റെ 5 വർഷത്തേതാണ് ഇത് തന്നിരിക്കുന്നത്. ഇനി അതിന്റെ മീൻ കാണണം, ആർ ബാർ കാണണം. 5 പ്ലസ് എ പ്ലസ് 3 പ്ലസ് 6 പ്ലസ് 4 ഡിവൈഡ് ബൈ 5 = 5 ആണ് മീൻ കിട്ടിയത്. അപ്പൊ നമ്മളെ റിട്ടേൺ 5, 7, 3, 6, 4 എന്ന് കണ്ടു. ഇനി അതിന്റെ ഡീവിയേഷൻ കാണാം. 5ൽ നിന്നും നമ്മൾ മീന് കുറക്കുക. ഓരോ റിട്ടേണിൽ നിന്നും മീൻ കുറക്കാം. മീൻ എത്ര? 5 ആണ്. 5 - 5 0, 7 - 5 2, 3 - 5 -2, 6 - 5 1, 4 - 5 -1. ഇനി അതിന്റെ സ്ക്വയർ കാണാം. 0ന്റെ സ്ക്വയർ 0, 2ന്റെ സ്ക്വയർ 4, -2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, -1ന്റെ സ്ക്വയർ 1, അതിന്റെ ടോട്ടൽ 10. ഇനി നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു Ri മൈനസ് R ബാർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടി. ഇതാണ് 10 ആണ് ന്യൂമറേറ്റർ. ഡിവൈഡ് ബൈ n ഇസ് ഈക്വൽ ടു 5. അപ്പോൾ 10 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് റിട്ടേൺ 2% ആണ്. 2% നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനും വേരിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് വേരിയൻസ് ഓഫ് റിട്ടേൺ. ഒന്ന്, നമ്മളെ റിസ്ക് മെഷർ ചെയ്യാൻ. ഹൈ വേരിയൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഹൈ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പോർട്ട്ഫോളിയോസ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇൻവെസ്റ്റേഴ്സ് എയിം ടു മിനിമൈസ് വേരിയൻസ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ റെഡ്യൂസിങ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ, ഹൈ വേരിയൻസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? വേരിയൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും. കമ്പാരിങ് ഇൻവെസ്റ്റ്മെന്റ്, 2 ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലോവർ ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് 2 കമ്പയർ ചെയ്യണം. ഏതാണ് ഏറ്റവും റിസ്ക് കുറവുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വേരിയൻസ് ഓഫ് റിട്ടേൺ കുറവുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെന്റ് കമ്പയർ ചെയ്യാൻ പറ്റും. ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈഡ്ലി യൂസ്ഡ് റിസ്ക് മെട്രിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം വേരിയൻസ്. വേരിയൻസിൽ നിന്നും ഡിറൈവ് ചെയ്തു വരുന്നതാണ്. വേരിയൻസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ മെഷേഴ്സ് ഓവറോൾ ഡിസ്പേഷൻ ബട്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സ്ക്വയർ ടേം. സ്ക്വയർ ടേമിലാണ് മേക്കിംഗ് ഇന്റർപ്രിട്ടേഷൻ ഡിഫിക്കൽട്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സിഗ്മ ടേമിലാണ്. ഇത് സ്മോൾ സിഗ്മ എന്നാണ് കേട്ടോ. ഓക്കെ, ഇത് സ്മോൾ സിഗ്മ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് പ്രൊവൈഡിങ് എ മോർ ഇൻഡക്റ്റീവ് മെഷർ ഓഫ് റിസ്ക് ഇൻ പെർസെന്റേജ് ടേം. പെർസെന്റ് ടേമിൽ ഏറ്റവും എടുക്കാൻ നല്ലത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു മെഷർമെന്റിലേക്ക് നോക്കാം. ആവറേജ് ആനുവൽ റിട്ടേൺ. ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് is the arithmetic mean of an asset yearly return over a specified period. സ്പെസിഫൈഡ് പീരിയഡിലെ ഇയർലി റിട്ടേണിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് ആവറേജ് ആനുവൽ റിട്ടേൺ ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് അസസ് ദ ലോങ് ടേം പെർഫോമൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ അതിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ സാധിക്കും. AR is equal to R1 plus R2 plus R3 അങ്ങനെ RN divided by N.
അങ്ങനെ ഓരോ വർഷത്തെ റിട്ടേൺ എടുത്തിട്ട് അതിന്റെ ആവറേജ് കാണുകയാണ് ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.